പ്രൈവസി ദാഹിക്കാം ഒരു പ്രൈവസി തരില്ല അവിടെ ഇരിക്കും ആർക്കും തീരെ ഇതെങ്ങനാ പറയടോ സാർ ഇവൻ പറയുന്നതെല്ലാം നുണയാണ് ഞാൻ വിശ്വസിച്ചു സംതിങ് ഈസ് ഫിഷിംഗ് ഒന്ന് പോടാ അവിടുന്ന് ഇത്ര പൊസസീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടില്ല. അനീഷേട്ടൻ ഇത്ര പൊസസീവ് ആയിട്ടുള്ള ഫ്രണ്ട്. അവനെ നന്നാക്കാൻ പറ്റുമോ ഞാനോ നോക്കട്ടെ. എടാ നിനക്ക് എന്ത് പറ്റി? നേരെ മെടുത്തമ്മ ഇവളായിരുന്നു. പിന്നെ അവന് ഈ കള്ളം പറയുന്നതും തെറ്റിദ്ധരിപ്പിക്കണം നിർത്താം. ശീലായി പോയി മാറ്റിക്കോളാം. മാറ്റണ്ട. എന്നാ പിന്നെ ഞാൻ യഥാർത്ഥത്തിലുള്ള സത്യം പറയാം. അപ്പൊ ഇങ്ങനെ ഒരു സുഹൃത്ത് ആർക്കും ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ നാറികളാണെങ്കിലും ഇത്തവണ ന്യായം നമ്മുടെ പക്ഷത്താണ്. ജെന്യൂൻ ആയിട്ട് നീ നിൽക്ക്. അത് നിന്നോളൂ. ജെന്യൂൻ ആയിട്ട് നിൽക്ക്. ഞങ്ങൾക്ക് ഇത്തിരി സ്പേസ് തരാൻ. ജിനുവിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. ഇനി മേലെ എന്റെ കാര്യത്തിൽ ഇടപെടില്ല. കേട്ടല്ലോ. എനിക്ക് ക്യാപ്റ്റനോടാണ് സംസാരിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് കേൾക്കണെന്ന് ഷാനവാസ് ക്യാപ്റ്റനാണ്. നീ വിഷമിക്കണ്ടെന്ന് ഇനി സമയമുണ്ടല്ലോ. ആ സമയത്ത് എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നതായിരുന്ന ഒരു വ്യക്തിയാണ് ആദില. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇയാൾ എന്ത് ഭാവിച്ചാ ആകെ കൊളാകുന്ന മട്ടുണ്ട്. സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോവാണോ? ചായ എനിക്കറിയാം മേടിച്ചു കുടിക്കാനായിട്ട്. ഇത് രക്ഷയില്ലാന്ന്. ഷാനവാസ് പോകുന്നത് വെള്ളം തരൂല, ചായ തരൂല എന്നൊക്കെ. എനിക്ക് ക്യാപ്റ്റനോടാണ് സംസാരിക്കട്ടെ. ഒന്ന് ചെന്നേ. എന്താ ചിരിക്കണ്? ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല. ഇങ്ങനെ പൊസസീവ് ആവല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്. എനിക്ക് അവനെ നന്നാക്കാന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. ഹെവനല്ലേ? കാണും ഇങ്ങനെ ഒരു കള്ളൻ കൊറേ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. അനീഷേട്ടാ കള്ളത്തരം കാണിക്കരുത്. ഈ തെമ്മാടത്തിൽ എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനും വരാം. പിന്നെ ഷാനവാസ് ഖാൻ എല്ലായിടത്തും ഞാൻ എടുത്ത് കൊണ്ടുപോകണല്ലേ? എനിക്ക് വിശ്വാസമില്ലേ? ഇല്ല, സത്യ. ആര് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തു വിടാൻ ശ്രമിച്ചാലും ഞാനത് പൊളിച്ചെടുക്കും. അത് വേണോ? വേണം. സ്ലാങ് പറയും അപ്പ കേട്ടാ മതി, സ്ലാങ് കാണിക്കും അപ്പ കണ്ടാ മതി. നിങ്ങളുടെ ഉദ്ദേശം എന്താ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചിട്ട് അവന്റെ ഭാഗം കൊച്ചു കള്ള വശീകരണ മന്ത്രം വല്ലതും കയ്യിലുണ്ടോ? എനിക്ക് അവനെ പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിട്ട് കിട്ടണം. ഞാൻ നേരിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി കാര്യങ്ങളല്ല നോക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സംസാരിക്കാനുള്ള സമയത്ത് കഴിഞ്ഞു. ജയിലിൽ നിങ്ങൾക്ക് രണ്ടാമത് സംസാരിക്കാനുള്ള സമയം ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യം അതായപ്പോ ചേട്ടൻ ചെയ്തത്.